നമസ്കാരം. അഗ്നിവീർ രക്തസാക്ഷിയുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ആർമിയെ കൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് വീണ്ടും രംഗത്തു വന്നു. ഇന്ത്യൻ ആർമിയെ ഉപയോഗിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നായിരുന്നു വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രതികരണം. പാതി വെന്ത കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ഇന്ത്യൻ ആർമിയും പറഞ്ഞിരിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. ജോലിക്കിടെ കൊല്ലപ്പെട്ട അഗ്നിവീർ സൈനികൻ അജയ് കുമാറിന്റെ കുടുംബത്തിന് 98.39 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസം പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ വീണ്ടും വിമർശനവുമായി കോൺഗ്രസ് എത്തിയത്. ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാതി സത്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജനുവരി 18-നാണ് കുഴിബോംബ് സ്ഫോടനത്തിൽ അഗ്നിവീർ സൈനികൻ അജയ് കുമാർ കൊല്ലപ്പെടുന്നത്. ലോക്സഭയിലെ തന്റെ ആദ്യ പ്രസംഗത്തിൽ അഗ്നിവീർ സൈനികരോട് കേന്ദ്രം പുലർത്തുന്ന അവഗണനയ്ക്കെതിരെ നേതാവ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരുന്നു. അഗ്നിവീർ സൈനികർക്ക് യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നില്ല, ജോലിക്കിടെ മരണപ്പെട്ടാൽ നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ലെന്ന് രാഹുൽ പാർലമെന്റിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അഗ്നിവീർ സൈനികർ വെറും യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ മാത്രമാണെന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. എന്നാൽ ഇതിനെ ഖണ്ഡിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി. കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകിയെന്നായിരുന്നു രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇതിന് പിന്നാലെ അജയ് കുമാറിന്റെ കുടുംബം തന്നെ രംഗത്തെത്തി. 1 കോടി പോയിട്ട് 1 രൂപ പോലും തങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം പറഞ്ഞു. ഇതിന് പിന്നാലെ പണം നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ആർമി വക്താവ് അദ്ദേഹത്തിന്റെ എക്സിൽ 98 ലക്ഷം രൂപ അജയുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പോസ്റ്റിട്ടത്. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പുകമറ സൃഷ്ടിക്കുന്ന കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നത്. BJP സർക്കാർ അനിശ്ചിതത്വത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ മുൻ സൈനിക വിഭാഗം ചെയർപേഴ്സൺ കേണൽ രോഹിത് ചൗധരി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാർലമെന്റിൽ പ്രതിരോധ മന്ത്രി രാജ്യത്തിന് മുന്നിൽ അപൂർണമായ വിവരങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് സംശയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ സൈന്യത്തോടും അഗ്നിവീർ സൈനികരോടും കേന്ദ്രം കാണിക്കുന്ന വിവേചനം ഉന്നയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അഗ്നിവീർ സൈനികൻ മരിച്ചാൽ 1 കോടി നൽകുമെന്ന് പറഞ്ഞ രാജ്നാഥ് സിംഗ് സാധാരണ സൈനികർക്ക് ഏകദേശം 2.4 കോടി രൂപ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. മാത്രമല്ല, അഗ്നിവീർ രക്തസാക്ഷിക്ക് ലഭിക്കുന്നത് വെറും 48 ലക്ഷം രൂപ മാത്രമാണ്. അതാകട്ടെ ഇൻഷുറൻസ് തുകയാണ്. അതേസമയം ഒരു സാധാരണ സൈനികന് ഇൻഷുറൻസ് ആയി 75 ലക്ഷം രൂപ ലഭിക്കും. ഈ വ്യത്യാസങ്ങൾ രാജ്നാഥ് സിംഗ് പരാമർശിച്ചിട്ടില്ല. ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസിലൂടെ അഗ്നിവീർ അജയ്യുടെ കുടുംബത്തിന് 48 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ബാക്കി സംസ്ഥാന സർക്കാരും മറ്റ് സംഘടനകളും നൽകുന്നു. 1 കോടി രൂപ കേന്ദ്രം നൽകിയെന്ന രാജ്നാഥ് സിംഗിന്റെ വാദം പൂർണ്ണമായും തെറ്റാണ്. ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ച് മോദി സർക്കാർ ബോധപൂർവം സത്യത്തെ മറച്ചുവെക്കുകയാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മോദി സർക്കാർ അർദ്ധസത്യങ്ങൾ പറയുന്നു, ബോധപൂർവം അവ്യക്തതകൾ ഉണ്ടാക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ADGPIയുടെ ഹാൻഡിൽ ഉപയോഗിക്കുന്നു. ഇതിനെ അപലപിക്കുകയല്ലാതെ മറ്റെന്തു ചെയ്യാൻ എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം വിവാദങ്ങൾക്ക് പിന്നാലെ അജയ്യുടെ കുടുംബത്തിന് ആദ്യഘട്ടമായി 48 ലക്ഷം രൂപ ലഭിച്ചതായി അദാനിയുടെ ചാനലായ NDTV റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ICICI ബാങ്കിൽ നിന്നും 48 ലക്ഷം രൂപ ഇൻഷുറൻസ് ലഭിച്ചിട്ടുണ്ട്. സൈന്യത്തിൽ നിന്ന് വന്ന തുകയാണെന്നാണ് അറിയുന്നത്. മുഴുവൻ തുകയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. 60 ലക്ഷം രൂപ കൂടി തരാമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. ആ പണം ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല എന്ന് അജയ്യുടെ അച്ഛൻ NDTVയോട് പറയുന്നതാണ് പുറത്തു വന്ന റിപ്പോർട്ടിലുള്ളത്. ഈ വിവാദം കത്തി നിൽക്കെ മറ്റൊരു ആരോപണവുമായി മുൻ നാവിക മേധാവി രംഗത്തു വന്നു. അഗ്നിപഥ് പദ്ധതി നടപ്പിലാക്കിയത് സൈനികർക്കുള്ള പെൻഷൻ ചെലവ് കുറയ്ക്കാനാണെന്നാണ് മുൻ നാവികസേന മേധാവി പറഞ്ഞത്. ജമ്മു കശ്മീരിൽ കുഴിബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരവെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി മുൻ നാവികസേനാ മേധാവി കരംബീർ സിംഗ് എത്തിയത്. അഗ്നിപഥ് പദ്ധതി സൈനികരുടെ പോരാട്ട വീര്യം കുറയ്ക്കുമെന്നും പെൻഷൻ ബിൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി സർക്കാർ മുന്നോട്ട് വെച്ചതെന്നുമാണ് സിംഗ് പറഞ്ഞത്. പുതിയ സ്കീമിനെ കുറിച്ച് അടുത്തിടെ വിരമിച്ച നാവികസേനാ ഉദ്യോഗസ്ഥൻ അരുൺ പ്രകാശ് എഴുതിയ ട്വീറ്റിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സമ്മതിക്കുന്നു സാർ, പെൻഷൻ ബിൽ കുറയ്ക്കുക എന്നതാണ് അഗ്നിപഥിന്റെ ലക്ഷ്യം. ഈ പദ്ധതി സൈനികരുടെ പോരാട്ട വീര്യം കുറയ്ക്കുമെന്ന വസ്തുത ദേശീയ സുരക്ഷയെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് എന്നും അദ്ദേഹം കുറിച്ചു. 2022 ജൂണിൽ NDA സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അഗ്നിപഥിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഉൾപ്പെട്ട പ്രധാന വ്യക്തിയായിരുന്നു കരംബീർ സിംഗ്. അഗ്നിപഥിനെതിരെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു.
ജനുവരിയിൽ ജമ്മു കശ്മീരിലെ നൌഷയിൽ ബോംബ് സ്ഫോടനത്തിൽ അഗ്നിവീർ അജയ് കുമാർ മരണപ്പെട്ടിരുന്നു. ആ സംഭവം കഴിഞ്ഞിട്ടിപ്പോൾ 6 മാസമായി. ഈ വിവരങ്ങൾ വ്യക്തമാക്കി കുടുംബത്തിന് കേന്ദ്രത്തിൽ നിന്ന് നഷ്ടപരിഹാരമോ സഹായമോ ലഭിച്ചില്ലെന്ന വീഡിയോ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സിംഗിന്റെ ഈ പരാമർശവും വന്നത്. സൈന്യത്തിന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റിക്രൂട്ട്മെന്റ് സമ്പ്രദായത്തിൽ നിന്നുള്ള ഒരു പ്രധാന വ്യതിചലനമായിരുന്നു അഗ്നിപഥ് പദ്ധതി. ഈ പദ്ധതിയിലൂടെ എടുക്കുന്ന സൈനികരെ 4 വർഷത്തേക്ക് മാത്രമേ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ. പഴയ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ദീർഘകാല അവധി, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഈ പദ്ധതിയിൽ സൈനികർക്ക് ലഭിക്കുകയുമില്ല. തുടക്കത്തിൽ തന്നെ പദ്ധതിക്കെതിരെ വിമർശനവുമായി നിരവധി സൈനിക മേധാവികൾ രംഗത്തെത്തിയിരുന്നു. അഗ്നിപഥ് പദ്ധതി നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും അപ്രതീക്ഷിത പ്രഹരമാണെന്ന് കരസേന മുൻ മേധാവി വി മനോജ് മുകുന്ദ് നരവനെ വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും വിവാദ പദ്ധതിയുമായി മുന്നോട്ടു പോയ മോദി സർക്കാർ ഇപ്പോൾ പാർലമെന്റിൽ പറഞ്ഞ കളവിന്റെ പേരിലും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഓരോ 4 വർഷവും 4-1 സൈനികരെ തൊഴിലില്ലാ പടയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതി ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും തുടരാനാണ് ഉദ്ദേശമെങ്കിൽ കൂടുതൽ ജനരോഷം മോദി സർക്കാരിനെതിരെ ഉയരുമെന്നുറപ്പ്.